വെള്ളാപ്പള്ളിക്ക് വീണ്ടും ശനിദശയുടെ കാലം തുടങ്ങി. കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ കൊല്ലം നെടുങ്കണ്ട SN ട്രെയിനിംഗ് കോളേജ് മാനേജരായ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതിയുടെ ഉത്തരവ്. പോരാത്തതിന് ഹർജിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 4 ആഴ്ചയ്ക്കകം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി. SN ട്രെയിനിംഗ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ R പ്രവീണിന്റെ ഹർജിയിൽ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജഡ്ജി ജോസ് N സിറിലിന്റേതാണ് ഉത്തരവ്. വ്യക്തമായ കാരണമില്ലാതെ പ്രവീണിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച് വിധി നേടിയെങ്കിലും പ്രവീണിനെ തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെ പ്രവീൺ നൽകിയ ഹർജിയിലാണ് കോടതി ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. കോടതി ഉത്തരവ് പാലിക്കാതിരുന്നതിന് ക്ഷമ പോലും പറയാൻ വെള്ളാപ്പള്ളി തയ്യാറായില്ലെന്ന് കോടതി ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ SNDP വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TM തോമസ് ഐസക്, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ യോഗത്തെ നയിക്കുന്നതിൽ ആശങ്കയില്ലെന്നാണ് യോഗം വിലയിരുത്തിയത്. നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലയിൽ യോഗത്തിന്റെ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് യോഗത്തിൽ വിലയിരുത്തൽ വന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം SNDP യോഗത്തിൽ തന്നെയുണ്ട്. യോഗ അംഗങ്ങളുടെ മേലുള്ള വെള്ളാപ്പള്ളിയുടെ അനാവശ്യ ഇടപെടലും ചൂഷണം ചെയ്യലും വെള്ളാപ്പള്ളിക്ക് തന്നെ തിരിഞ്ഞുകൊത്തി തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ SNDP യോഗത്തിനുമേൽ പാർട്ടി കുതിര കയറേണ്ടെന്ന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ SNDP യോഗ നേതൃത്വത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് രീതിയിൽ ആശങ്ക വേണ്ടെന്ന നിലപാടായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ചർച്ച. ഇതിന്റെ പേരിൽ SNDP യോഗത്തിനെതിരെ തിരിയേണ്ടതില്ല. ഒരു തരത്തിലുമുള്ള കമ്മിറ്റികളും പിടിച്ചെടുക്കുന്നതിനോ അവയിൽ കടന്നു കയറുന്നതിനോ ഉള്ള നീക്കം വേണ്ടെന്നും നിർദ്ദേശിച്ചതായാണ് വിവരം. പാർട്ടിയുടെ ആരും ശാഖായോഗങ്ങളിൽ കടന്നു കയറാനും ശ്രമിക്കേണ്ടതില്ല. അതേസമയം ശാഖായോഗങ്ങളിലടക്കം RSS കടന്നുകയറ്റത്തെ ജാഗ്രതയോടെ കാണണം. ഇതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പും കീഴ്ഘടകങ്ങൾക്ക് നൽകും. BDJSന്റെ പേരിൽ SNDP യോഗത്തിലേക്ക് കടന്നു കയറാൻ RSS ശ്രമിക്കുന്നുണ്ട്. അതും വെള്ളാപ്പള്ളിയുടെ പൂർണ്ണ പിന്തുണയോടെ. കടന്നുകയറ്റത്തിന് അവസരമില്ലാത്ത തരത്തിലാണ് യോഗ നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും RSS നീക്കത്തിൽ കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. അതിനു വേണ്ടത് ശാഖായോഗങ്ങളുമായി നല്ല ബന്ധവും സഹകരണവുമാണ്. അതിനൊപ്പം ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൊടിപിടിക്കുന്ന പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തുകയും വേണം. സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കാനും അതിന് മുൻഗണന നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങളിലും വിഷയങ്ങളിലും ഒപ്പം നിൽക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് SNDP യോഗത്തിന്റെ പേരിൽ എന്ത് തെറ്റിദ്ധാരണ പരന്നാലും അത് ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെന്ന് കണക്കുകൂട്ടേണ്ടി വരും. അധികാരം ഉപയോഗിച്ച് എന്ത് നെറുകേടും കാട്ടിക്കൂട്ടാമെന്ന് വെള്ളാപ്പള്ളി ധരിച്ചു. അതിനൊക്കെയുള്ള തിരിച്ചടികളാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.